ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ 1ഉം 2ഉം അധ്യായങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാം അധ്യായത്തിൽ ആകെ 28 വാക്യങ്ങളാണുള്ളത്. സാമുവലിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. എഫ്രായിം മലനാട്ടിലെ റാമാത്തായിം എന്നുള്ള പട്ടണത്തിൽ എൽക്കാന എന്നൊരുവനുണ്ടായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളുണ്ടായിരുന്നില്ല. എൽക്കാന വർഷം തോറും സൈന്യങ്ങളുടെ കർത്താവിന് ബലിയർപ്പിക്കാനായി ഷീലോയിലേക്ക് പോയിരുന്നു. ബലിയർപ്പിച്ച് കഴിയുമ്പോൾ ഹന്നായ്ക്കും പെനീനായ്ക്കും എൽക്കാന ഓഹരി കൊടുത്തിരുന്നു. ഹന്നായെ എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരു ഓഹരി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ, കാരണം അവൾക്ക് മക്കളില്ലായിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിന് ബലിയർപ്പിക്കാൻ പോകുമ്പോഴെല്ലാം അവളെ പ്രകോപിപ്പിച്ചിരുന്നു. അതുമൂലം ഹന്ന ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരുന്നിരുന്നു. ഷീലോയിൽ വെച്ച് ഭക്ഷണത്തിന് ശേഷം ഹന്ന കർത്താവിൻ്റെ മുൻപിൽ പോയി മനം നൊന്ത് പ്രാർത്ഥിച്ചു. ഏലിയാകട്ടെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ഹന്ന പ്രാർത്ഥിക്കുന്നത് ഏലി നോക്കിക്കൊണ്ടിരുന്നു. ഹന്നയുടെ അധരം മാത്രമേ അനങ്ങിയിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നിരുന്നില്ല. അത് കണ്ട ഏലി അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കരുതി നിന്റെ ലഹരി നിർത്തുക എന്ന് അവളോട് പറഞ്ഞു. ഹന്ന പറഞ്ഞു, അങ്ങനെയല്ല ഗുരു, ഞാൻ എൻ്റെ ഹൃദയവ്യഥകൾ കർത്താവിൻ്റെ മുമ്പിൽ പകരുകയായിരുന്നു. അപ്പോൾ ഏലി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അങ്ങനെ അവർ ഷീലോയിൽ നിന്ന് എഫ്രായിമിലേക്ക് മടങ്ങി. ഹന്ന ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമുവൽ എന്ന് അവന് പേരിട്ടു. കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ ഹന്ന പിന്നീട് ഷീലോയിലേക്ക് പോയിരുന്നില്ല. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവയുമായി സാമുവലിനെ കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുന്നു. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ഹന്ന സാമുവലിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. അങ്ങയുടെ മുമ്പിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇവനെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. 2ആം അധ്യായത്തിൽ ആകെ 36 വാക്യങ്ങളാണുള്ളത്. 2ആം അധ്യായം ആരംഭിക്കുന്നത് ഹന്നായുടെ കീർത്തനത്തോടു കൂടിയാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഹന്ന കർത്താവിനെ സ്തുതിച്ച് സംസാരിക്കുന്ന വാക്കുകളാണ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പിന്നീട് അവർ ഷീലോയിൽ നിന്ന് റാമായിലേക്ക് തിരിച്ചു പോകുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസുമായിരുന്നു ഷീലോയിൽ കർത്താവിൻ്റെ പുരോഹിതന്മാർ. എന്നാൽ അവർ ദുർമാർഗികളായിരുന്നു. ജനത്തിൽ നിന്ന് പുരോഹിതർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ച നിയമങ്ങളൊന്നും അവർ പാലിച്ചിരുന്നില്ല. ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതൻ്റെ ഭൃത്യൻ വന്ന് അതിൽ മുപ്പല്ലി കൊണ്ട് കുത്തി കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ബലിമൃഗത്തിൻ്റെ മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് വേവിച്ച മാംസം പുരോഹിതർ സ്വീകരിക്കുകയില്ല, പച്ചമാംസമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് പുരോഹിതനുള്ള ഓഹരി എടുക്കാൻ വരുമായിരുന്നു. എന്നാൽ മേധസ് ജയിപ്പിച്ചതിന് ശേഷം എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ ഞാൻ ബലം പ്രയോഗിച്ചെടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു. സാമുവലാകട്ടെ വിശ്വസ്തയോടുകൂടെ കർത്താവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടു പോന്നു. സാമുവൽ ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവൻ്റെ അമ്മ വർഷം തോറും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവനു വേണ്ടി ചെറിയ ഉടുപ്പുണ്ടാക്കി കൊടുക്കുമായിരുന്നു. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ നിനക്ക് ഇനിയും സന്താനങ്ങളെ ലഭിക്കട്ടെ എന്ന് ഏലി എൽക്കാനയെ അനുഗ്രഹിച്ചിരുന്നു. ഹന്ന പിന്നീട് ഗർഭം ധരിക്കുകയും അവൾക്ക് 3 പുത്രന്മാരും 2 പുത്രിമാരും ഉണ്ടാവുകയും ചെയ്തു. ഏലി വൃദ്ധനായി. ഏലി തൻ്റെ പുത്രന്മാർ ജനങ്ങളോട് ചെയ്തിരുന്നവയെല്ലാം അറിഞ്ഞു. സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളൊത്ത് അവർ ശയിച്ചിരുന്നു. ഏലി തൻ്റെ പുത്രന്മാരെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ അവർ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. 2ആം അധ്യായം 25-ാം വാക്യത്തിൽ ഏലി തൻ്റെ മക്കളോട് ഇങ്ങനെ പറയുന്നു, മനുഷ്യനെതിരായി തെറ്റു ചെയ്താൽ കർത്താവ് അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും. എന്നാൽ മനുഷ്യൻ കർത്താവിനെതിരെ തെറ്റു ചെയ്താൽ ആര് അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന് ചോദിക്കുന്നു. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്ന് അവനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ എൻ്റെ പിതൃഭവനത്തിന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. എൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപം സമർപ്പിക്കാനും എൻ്റെ മുമ്പിൽ എഫോദ് ധരിക്കാനുമെല്ലാം നിൻ്റെ പിതൃകുടുംബത്തെ തിരഞ്ഞെടുത്തു.
എനിക്കർപ്പിക്കുന്ന ബലികളിലെ ഓഹരികൾ ഞാൻ നിൻ്റെ കുടുംബത്തിന് നൽകി. എന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ എനിക്കർപ്പിക്കുന്ന ബലികളിൽ നിങ്ങൾ ആർത്തിയോടെ നോക്കുന്നത്? നീ എന്നെക്കാളുപരി നിൻ്റെ പുത്രന്മാരെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്താൻ കഴിയാത്ത വിധം നിൻ്റെ കുടുംബത്തിൻ്റെ ശക്തി ഞാൻ ക്ഷയിപ്പിക്കും. പ്രായം ചെന്നവരായി നിൻ്റെ കുടുംബത്തിൽ ആരും അവശേഷിക്കുകയില്ല. എന്നാൽ എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിയിൽ ചേർക്കുക എന്ന് നിൻ്റെ കുടുംബത്തിലുള്ളവർ അവനോട് അപേക്ഷിക്കും. 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങൾ. ചോദ്യം 1. എൽക്കാനയുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം യറോഹാം. ചോദ്യം 2. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു? ആരൊക്കെ? ഉത്തരം 2, ഹന്നായും പെനീനായും. ചോദ്യം 3. എൽക്കാന കർത്താവിനെ ആരാധിക്കാനും ബലിയർപ്പിക്കാനും വർഷം തോറും എവിടേക്കാണ് പോകുന്നത്? ഉത്തരം ഷീലോയിലേക്ക്. ചോദ്യം 4. ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹോഫ്നി, ഫിനഹാസ്. ചോദ്യം 5. എൽക്കാന ഭാര്യ പെനീനയ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് എന്ന്? ഉത്തരം ബലിയർപ്പിക്കുന്ന ദിവസം. ചോദ്യം 6. ഹന്നായ്ക്ക് മക്കളില്ലാത്തതിന് കാരണമെന്ത്? ഉത്തരം കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. ചോദ്യം 7. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് ആര്? ഉത്തരം പെനീന. ചോദ്യം 8. ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് ചെന്നത് എവിടെ? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ചോദ്യം 9. ഹന്ന കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ഹൃദയം നൊന്ത് കരഞ്ഞു. ചോദ്യം 10. ഹന്ന കർത്താവിന് നേർന്ന നേർച്ച എന്ത്? ഉത്തരം ഒരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ കർത്താവിന് പ്രതിഷ്ഠിക്കും എന്ന്. ചോദ്യം 11. ഹന്ന തൻ്റെ മകൻ്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം ക്ഷൗരക്കത്തി. ചോദ്യം 12. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആര്? ഉത്തരം ഏലി. ചോദ്യം 13. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ എൽക്കാന ഹന്നായോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? ഉത്തരം 3. ചോദ്യം 14. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം എവിടെയാണ് ഇരുന്നിരുന്നത്? ഉത്തരം ഒരു പീഠത്തിൽ. ചോദ്യം 14. ഹൃദയത്തിൽ സംസാരിച്ചിരുന്ന ഹന്നായുടെ അധരം മാത്രം ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ എന്ത് ചെയ്ത് കാണുമെന്നാണ് ഏലിക്ക് തോന്നിയത്? ഉത്തരം മദ്യപിച്ചിട്ടുണ്ട് എന്ന്. ചോദ്യം 15. ഹന്ന ഏലിയെ അഭിസംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം എൻ്റെ ഗുരു. ചോദ്യം 16. ഹന്ന എവിടെയാണ് ഹൃദയവികാരങ്ങൾ പകർന്നിരുന്നത്? ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ. ചോദ്യം 17. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഹന്ന ഏലിയോട്. ചോദ്യം 18. ഏലി ഹന്നായെ എങ്ങനെ അനുഗ്രഹിച്ചു? ഉത്തരം സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ചോദ്യം 19. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം എവിടേക്കാണ് മടങ്ങിയത്? ഉത്തരം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക്. ചോദ്യം 20. ഹന്ന പ്രസവിച്ച കുഞ്ഞിന് നൽകിയ പേര് എന്ത്? ഉത്തരം സാമുവൽ. ചോദ്യം 21. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയപ്പോൾ കൂടെ പോകാഞ്ഞത് ആര്? ഉത്തരം ഹന്ന. ചോദ്യം 22. ഈ ദാസിക്ക് അങ്ങയുടെ എന്തുണ്ടാകട്ടെ എന്നാണ് ഹന്ന ഏലിയോട് പ്രതിവചിക്കുന്നത്? ഉത്തരം കൃപാകടാക്ഷം. ചോദ്യം 23. ഹന്ന കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നതുവരെ താമസിച്ചത് എവിടെ? ഉത്തരം വീട്ടിൽ. ചോദ്യം 24. ഹന്ന സാമുവേലിനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെ? ഉത്തരം 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ. ചോദ്യം 25. ഹന്ന സാമുവേലിനോട് കൂടെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന കാളക്കുട്ടിയുടെ വയസ്സ് എത്ര? ഉത്തരം 3. ചോദ്യം 26. ഹന്ന ബാലനായ സാമുവേലിനെ
ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ ബലിയർപ്പിച്ചത് എന്തിനെ? ഉത്തരം കാളക്കുട്ടിയെ. ചോദ്യം 27. ഹന്ന ശിശുവിനെ ആരുടെ അടുക്കലാണ് കൊണ്ടുവന്നത്? ഉത്തരം ഏലിയുടെ അടുക്കൽ. ചോദ്യം 28. ഹന്ന ആർക്കു വേണ്ടിയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ഉത്തരം കുഞ്ഞിനു വേണ്ടി. ചോദ്യം 29. ഹന്ന സാമുവലിനെ സമർപ്പിച്ചത് ആർക്ക്? ഉത്തരം കർത്താവിന്. അധ്യായം 2. ചോദ്യം 1. ഹന്ന തൻ്റെ ഹൃദയം ആരിൽ ആനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം കർത്താവിൽ. ചോദ്യം 2. ഹന്ന പ്രാർത്ഥിച്ചത് എങ്ങനെ? ഉത്തരം എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. ചോദ്യം 3. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്ന് ആരാണ് പറയുന്നത്? ഉത്തരം ഹന്ന. ചോദ്യം 4. ദൈവം എന്താണ് വിലയിരുത്തുന്നത്? ഉത്തരം പ്രവർത്തികളെ. ചോദ്യം 5. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ എന്തു സംഭവിക്കുന്നു? ഉത്തരം ശക്തി പ്രാപിക്കുന്നു. ചോദ്യം 6. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി എന്തു ചെയ്യുന്നു? ഉത്തരം കൂലിപ്പണി. ചോദ്യം 7. ആരാണ് നിരാലംബയാകുന്നത്? ഉത്തരം സന്താന സമ്പത്തുള്ളവൾ. ചോദ്യം 8. ദരിദ്രനും ധനികനും ആക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. ചോദ്യം 9. ദരിദ്രനെ ദൈവം എവിടെ നിന്ന് ഉയർത്തുന്നു? ഉത്തരം ധൂളിയിൽ നിന്ന്. ചോദ്യം 10. അഗതിയെ ഡാഷ് സമുദ്ധരിക്കുന്നു? ഉത്തരം കുപ്പയിൽ നിന്ന്. ചോദ്യം 11. ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണ്? ഉത്തരം കർത്താവിൻ്റേത്. ചോദ്യം 12. ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്? ഉത്തരം ദുഷ്ടൻ. ചോദ്യം 13. കർത്താവ് പ്രതിയോഗികളെ എന്തു ചെയ്യുന്നു? ഉത്തരം ഛിന്നഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ചോദ്യം 14. കർത്താവ് ആരെയാണ് ഛിന്നഭിന്നമാക്കുന്നത്? ഉത്തരം പ്രതിയോഗികളെ. ചോദ്യം 15. ആരാണ് റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയത്? ഉത്തരം എൽക്കാന. ചോദ്യം 16. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? ഉത്തരം പുരോഹിതനായ ഏലിയുടെ. ചോദ്യം 17. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും. ചോദ്യം 18. ആരുടെ പുത്രന്മാരാണ് ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 19. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല, ആര്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 20. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത് ആര്? ഉത്തരം പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 21. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു, എന്തുകൊണ്ട്? ഉത്തരം അശ്രദ്ധയോടെ അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചതുകൊണ്ട്. ചോദ്യം 22. സാമുവൽ എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ചോദ്യം 23. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ ബാലനായ സാമുവലിന് അവൻ്റെ അമ്മ എന്താണ് കൊടുത്തിരുന്നത്? ഉത്തരം ചെറിയ ഉടുപ്പ്. ചോദ്യം 24. ഏലി എൽക്കാനയെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചത് എങ്ങനെ? കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന്. ചോദ്യം 25. കർത്താവ് കടാക്ഷിച്ചത് ആരെ? ഉത്തരം ഹന്നായെ. ചോദ്യം 26. ബാലനായ സാമുവൽ ആരുടെ സന്നിധിയിലാണ് വളർന്നു വന്നത്? ഉത്തരം കർത്താവിൻ്റെ സന്നിധിയിൽ. ചോദ്യം 27. ഏലി തൻ്റെ പുത്രന്മാർ ചെയ്ത ദുഷ്കൃത്യങ്ങൾ അറിഞ്ഞത് എങ്ങനെ? ഉത്തരം ദൈവജനം പറഞ്ഞ്. ചോദ്യം 28. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ മാധ്യസ്ഥം വഹിക്കുന്നത് ആര്? ഉത്തരം ദൈവം. ചോദ്യം 29. ബാലനായ സാമുവൽ എങ്ങനെ വളർന്നു വന്നു? ഉത്തരം കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. ചോദ്യം 30. കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത് ആര്? ഉത്തരം ബാലനായ സാമുവൽ. ചോദ്യം 31. കർത്താവ് ഇപ്രകാരം പറയുന്നു: നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരുന്നപ്പോൾ
ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞത് ആര്? ഉത്തരം, കർത്താവ് അയച്ച ഒരാൾ. ചോദ്യം 32. പൂരിപ്പിക്കുക. എൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എൻ്റെ മുൻപിൽ ഡാഷ് ധരിക്കാനും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഉത്തരം, എഫോദ്. ചോദ്യം 33. ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം ആർക്ക് കൊടുക്കും എന്നാണ് 1 സാമുവേൽ 2:28 പറയുന്നത്? ഉത്തരം, നിൻ്റെ പിതൃഭവനത്തിന്. ചോദ്യം 34. നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഇങ്ങനെ അരുളി ചെയ്യുന്നത് ആര്? ഉത്തരം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 35. ഏലിയുടെ കുടുംബത്തിന് ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ആര്? ഉത്തരം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 36. ദൈവം ഏലിക്ക് പകരം ആരെ തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത്? ഉത്തരം, വിശ്വസ്തനായ ഒരു പുരോഹിതനെ. ചോദ്യം 37. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി പുരോഹിതനോട് എന്താണ് യാചിച്ചുകൊണ്ട് പറയുന്നത്? ഉത്തരം, ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ.